വ്യത്യസ്തമായ കഥകൾ കൊണ്ടും അതിനേക്കാൾ വ്യത്യസ്തമായ കഥാകഥനങ്ങൾ കൊണ്ടും മലയാള സിനിമയുടെ വെള്ളിത്തിരയെ അദ്ദേഹം വിസ്മയിപ്പിച്ചു. ചുരുണ്ട് ഇടതൂർന്ന മുടിയും സ്വപ്നം മയങ്ങുന്ന കണ്ണുകളും സവിശേഷമായ സംഭാഷണ ശൈലിയും കൊണ്ട് ഒരു സൂപ്പർ താരത്തോളം ആരാധകരുണ്ടായിരുന്ന ആ പ്രതിഭാധനന് കരിയറിലെ ആദ്യ തട്ടകമായത് ആകാശവാണിയാണ്. കേവലം വാർത്താവായനയിൽ പോലും ആരാധക സഹസ്രങ്ങളെ സൃഷ്ടിച്ച ആ ബഹുമുഖ പ്രതിഭ തന്റെ എണ്ണം പറഞ്ഞ സാഹിത്യ രചനകൾക്കിടയിൽ ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ചത് മലയാള സിനിമയുടെ സുഹൃതം തന്നെയായിരുന്നു. സ്വയം സംവിധാനം ചെയ്തതുൾപ്പെടെ ക്ലാസും മാസും കൈയടിച്ച 36 തിരക്കഥകൾ സമ്മാനിച്ച് ചലച്ചിത്ര രചനയുടെ ദൃശ്യ വ്യാകരണം മാറ്റി എഴുതിയ അഭ്ര ഗന്ധർവൻ. ക്ലാരയും ജയകൃഷ്ണനും, സോളമനും സോഫിയയും, പപ്പുവും രതിച്ചേച്ചിയും, തകരയും സുഭാഷിണിയും, ആലീസും രവി പുത്തൂരാനും, വിശ്വനാഥനും, കളൻ പവിത്രനും, ഷേർലിയും, റോയ് വർഗീസും, ഗന്ധർവനും മുതൽ എത്രയോ സ്വപ്ന തുല്യമായ കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച അനശ്വര ജന്മം. ഓർമ്മയിലെന്നും പത്മരാജൻ. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി.